നമ്മുടെ ഗ്രൂമേഴ്സ് ഒക്കെ എൻ്റെ അടുത്ത് പറഞ്ഞേ, കാവ്യ മോഡുലേഷൻ മാറ്റണമെന്ന്. സത്യം പറഞ്ഞ് ഇത് എങ്ങനെ മാറ്റും എന്ന് എനിക്ക് വലിയ ഐഡിയ ഒന്നും കിട്ടിയില്ല. അതുകൊണ്ട് ഈ കണ്ടന്റ് അങ്ങ് മാറ്റി. ഈ മോഡുലേഷൻ മാറ്റാൻ വേണ്ടിയിട്ട് ചിലപ്പോൾ ഞാൻ പല മേഖലയിലൂടെയും സഞ്ചരിച്ചെന്നിരിക്കും, ഒരു ഭ്രാന്തിയെ പോലെ. അതൊക്കെ നിങ്ങൾ തന്നെ സഹിക്കേണ്ടി വരും. അപ്പൊ നമുക്ക് മുടിന്ന് തുടങ്ങാം. പണ്ടൊക്കെ ഈ മുടിയുടെ ഭംഗി എന്ന് പറയുന്നത് കവിവർണ്ണനകളിലെ പോലെ കാർക്കൂന്തലായിരുന്നെങ്കിൽ നേരെ മറിച്ച് ഇപ്പൊ പലരുടെയും തലയുടെ കളർ എന്ന് പറയുന്നത് പഞ്ചവർണ്ണ തത്തയുടെ പോലെ. എന്തിനധികം പറയണ്, ഹോട്ടലിന്റെ ടേബിളിലും വീടിന്റെ അടുക്കളയിലും ഇരുന്ന സോൾട്ട് ആൻഡ് പേപ്പർ ഒക്കെ ഇപ്പൊ എന്റെ അപ്പുറത്തെ വീട്ടിലെ ചേട്ടന്റെ തലയിലുണ്ട്. നരച്ചതാണോ ചേട്ടാന്ന് വെച്ചാൽ ഫാഷൻ ആണത്രേ. എന്നാലും പ്രായമായെന്ന് സമ്മതിച്ചു തരില്ല. അതും പോട്ടെ, ചുമരിൽ വരച്ചിട്ടതിന് പിള്ളേരെ പൊതിരെ തല്ലിയിട്ടുള്ള ചേച്ചിമാരൊക്കെ ഇപ്പോ കൈത്തണ്ടയിലും കഴുത്തിന്റെ പുറകിലും പാമ്പിനെയും പഴുതാരേനെയും പൈസ കൊടുത്ത് വരച്ചോണ്ടിരിക്കുന്നു. ടാറ്റു, ഫാഷൻ, ട്രെൻഡ് എന്നൊക്കെ പറയുമെങ്കിലും കാലത്തിനൊത്ത് കോലം മാറിയ മാറ്റംന്നേ ഞാനിതിനെ പറയുള്ളൂ. മാറ്റങ്ങൾ പലതരത്തിനുണ്ട്. എന്തിനധികം പറയണ് ഹാ 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 എന്ന് പറഞ്ഞ് നമ്മളെ ചിരിപ്പിച്ചിരുന്ന അസീർ കോലൂപ്പ ഇങ്ങനെ പറഞ്ഞ് ചിരിപ്പിക്കാൻ തുടങ്ങി. പക്ഷെ ഏറ്റവും കൂടുതൽ മാറ്റം വന്നേക്കണത് സിനിമാ മേഖലയിലാണ്. എന്റെ കേട്ടറിവ് വെച്ചിട്ട് പണ്ടൊക്കെ ഈ സിനിമ എന്ന് പറയുന്നത് അനൗൺസ്മെന്റ്, ഒരു വണ്ടി വരും, നോട്ടീസ് വീഴും, ആ നോട്ടീസിൽ നിന്ന് കഥാസംഗ്രഹം എടുത്ത് വായിച്ചിട്ട് സിനിമ കൊട്ടകയിൽ ക്യൂ നിന്ന് ടിക്കറ്റ് എടുത്ത് സിനിമ കാണും. നേരെ മറിച്ച് ഇപ്പോ സിനിമ ഇറങ്ങണേന് ഒരു മാസം മുന്നേ എന്റെ ട്രെയിലർ റിലീസിന് 4-5 ദിവസം മുന്നേ ടിക്കറ്റ് ബുക്ക് ചെയ്യാം. മാത്രമല്ല കാണാൻ പോകുന്ന സിനിമ നല്ലതാണോ മോശമാണോ എന്ന് പറഞ്ഞു തരാൻ വേണ്ടിയിട്ട് ബുദ്ധിജീവികളായ കുറച്ച് റിവ്യൂ പറയണ ആൾക്കാർ. അതിൽ തന്നെ ഒരു മുന്തിയൻ ആളുണ്ട്, ഹായ് ഓൾ ദിസ് ഈസ് ഖാ, ബാക്കി പറയാൻ പറ്റില്ല. ഡയറക്ഷൻ, മേക്കിംഗ്, ഗുഡ് സ്ക്രിപ്റ്റ് എന്നൊക്കെ പറഞ്ഞിട്ട് പ്രൊണൗൺസിയേഷൻ തെറ്റാത്ത കുറച്ച് വാക്കുകളും ചേട്ടനെ സ്വന്തം. ചേട്ടന്റെ മേക്ക് ഓവർ എന്ന് പറയുന്നത് അജാതി മേക്ക് ഓവർ ആണ്. ഫിലിം സ്റ്റാർസ് പോലും മാറില്ല, അത്രയും കോസ്റ്റ്യൂംസ്. ഫ്ലാറ്റുകളും മാറിക്കൊണ്ടിരിക്കും. ഫ്ലാറ്റിൽ റിവ്യൂ, റോട്ടിൽ റിവ്യൂ, തോട്ടിൽ റിവ്യൂ എന്ന് വേണ്ട, കഥാസംഗ്രഹം അനുസരിച്ചിട്ട് ആള് ലൊക്കേഷൻ ചേഞ്ച് ചെയ്തുകൊണ്ടിരിക്കും. ഇനി ആളുടെ റിവ്യൂ എങ്ങാനും വൈറലായി കഴിഞ്ഞാൽ അതിനെക്കുറിച്ച് റിവ്യൂ പറയാൻ വേണ്ടി കാറിലൊരു ചേട്ടൻ വരും. ചേട്ടൻ കാറിലിരുന്ന് മാത്രമേ റിവ്യൂ പറയുള്ളൂ. കഷ്ടകാലത്തിന് കഴിഞ്ഞ ദിവസം ഒന്ന് കാറിൽ നിന്ന് പുറത്തിറങ്ങി ഒരു വീട്ടിനകത്തേക്ക് കയറി, ഇപ്പൊ ആളെ എയറിലാണ്. സോഷ്യൽ മീഡിയ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഇപ്പൊ ആളെ കുറിച്ചുള്ള റിവ്യൂ മാത്രമേ ഉള്ളൂ. റിവ്യൂ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇവിടെയെങ്കിലും തീരില്ല. തിയേറ്ററിന് മുന്നിൽ ചെല്ലണം, അമേസി എന്ന് പറഞ്ഞിട്ട് അനിസ്പ്രയുടെ പരസ്യം പോലെ ആയിപ്പോയി. ഇപ്പൊ പൊടി പോലുമില്ല കണ്ടുപിടിക്കാൻ. ഞാൻ കഴിഞ്ഞ ദിവസം ആവേശം കാണാൻ പോയപ്പോ ഒരു ചേച്ചി നിന്നോണ്ട് റിവ്യൂ പറയാം, പക്ഷെ പറഞ്ഞത് അമരത്തിന്റെ. ആടുജീവിതം കാണാൻ പോയി പുറത്തിറങ്ങി കഴിഞ്ഞപ്പോ വേറൊരു റിവ്യൂ, ക്യൂരിയോസിറ്റി എന്താ പറയണേന്ന് കേൾക്കല്ല, അപാര റിവ്യൂ. കടൽ തീരത്തു കൂടി അത്രയും ദിവസം നടന്നിട്ടും ആ തീരവും തിരമാലയും കാണിക്കാതിരുന്നത് ക്യാമറാമാന്റെയും ഡയറക്ടറേയും ബ്രില്യൻസ് ആണ്. കൂട്ടത്തിലൊരു നെഗറ്റീവ്, അവിടെ അത്രയും ഒട്ടകം ഉണ്ടായിരുന്നില്ലേ, ഏതെങ്കിലും ഒരു ഒട്ടകത്തിന്റെ പുറത്ത് കയറി പോന്നാ പോരായിരുന്നു. അവിടെ ബെന്യാമിൻ സാറും ബ്ലസ്സി സാറും പോലും അത്രയും ചിന്തിച്ചാണ്. ഒരൊറ്റ റിവ്യൂ കൊണ്ട് മാത്രം ഇറങ്ങിയ സിനിമയെക്കാളേറെ ഫാൻസ് ഉണ്ടാക്കിയ ഒരാളുണ്ട്. ആറാടുകയാണ്. സിനിമ സൂപ്പറാണ്, അതിലെ ഹീറോയിൻ എന്റെ ക്രഷാണ്, ഇപ്പൊ അതെന്റെ എക്സ് ആണ്, അതിന്റെ അനീതിയാണ് ഇപ്പൊ എന്റെ ക്രഷ്. പക്ഷെ സന്തോഷ് പണ്ഡിറ്റ് സാറിനെ ട്രോളിയവരൊക്കെ ഇപ്പോ തലതെറിച്ചവൻ BGM കേട്ട് അന്തം വിട്ടു പോയെന്നാണ് ഞാൻ കേട്ടത്. തല തെറിച്ചവൻ, തല തെറിച്ചവൻ. എൻ്റെ ഒരു അഭിപ്രായത്തില് നമ്മളിപ്പോ സിനിമ ഇറങ്ങുന്നതിന് മുമ്പ് റിവ്യൂ ഇറക്കുകയാണെങ്കിൽ കുറച്ചുകൂടെ നല്ലതായിരിക്കും എന്നാ എനിക്ക് പറയാനുള്ളത്. റിവ്യൂ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു തരത്തില് വാർത്ത തന്നെയാണ്. വാർത്താരംഗത്ത് ഏറ്റവും കൂടുതൽ മാറ്റം കൊണ്ടുവന്നത് നമ്മുടെ സ്വന്തം ശ്രീകണ്ഠൻ സാറാണ്. സാറിന്റെ ഞങ്ങൾ തമ്മിൽ ഡിബേറ്റ് കണ്ടിട്ടായിരുന്നു എൻ്റെ കുട്ടിക്കാലം കടന്നു വരുന്നത്. സുരേഷിന് എന്തെങ്കിലും പറയാനുണ്ടോ, അല്ലെങ്കിൽ വേണ്ട രമേശ് പറയട്ടെ എന്ന് പറഞ്ഞിരിക്കും. പക്ഷെ ആൾക്ക് ഇപ്പൊ നല്ല മാറ്റമുണ്ട്. സുരേഷ് ആണോ പറയുന്നത്, രമേശ് ആണോ പറയുന്നത്, സഹായത്തിനാണെങ്കിൽ കൂട്ടേട്ടനും ഉണ്ട്. എന്തൊക്കെ പറഞ്ഞാലും സാറിന്റെ മോർണിംഗ് വിത്ത് SKN ഷോ ഇല്ലാതെ ഇപ്പൊ മലയാളിക്ക് ഒരു ഉഷാറും ഇല്ലാത്ത അവസ്ഥയാണ്. എൻ്റെ വീട്ടിൽ എൻ്റെ അമ്മ പുട്ടുകണേന്ന് പുട്ടുപോലും കുത്തൂല സാറിന്റെ പരിപാടി വെച്ചില്ലെങ്കിൽ. വീട്ടിലിരുന്ന് വെച്ചാൽ ക്ലോക്ക് വരെ അച്ഛനെടുത്ത് ആക്രിക്കാർക്ക് കൊടുത്ത് സാറ് കറക്റ്റായിട്ട് സമയം പറഞ്ഞു തരും. പിന്നെ എന്തൊക്കെ പറഞ്ഞാലും നമ്മൾ വീട്ടിൽ 20 രൂപയ്ക്ക് വാങ്ങിക്കുന്ന എവ്രിഡേയുടെ ബാറ്ററിക്ക് പോലും ഇത്രയും ചാർജ് ഉണ്ട്. നമ്മുടെ ചാനലുകളേക്കാൾ കൂടുതൽ ഇന്റർവ്യൂസും ന്യൂസുകളും കൊടുത്തുകൊണ്ടിരിക്കുന്നത് ഇപ്പോൾ ഓൺലൈൻ മീഡിയാസ് ആണ്. ഇന്റർവ്യൂ എന്ന് പറഞ്ഞാൽ എവിടെ നോക്കിയാലും ഇന്റർവ്യൂ. ഈ ഇന്റർവ്യൂ എടുക്കണവർക്കോ ഇന്റർവ്യൂവിന് വന്നിരിക്കുന്നവർക്കോ ഇത് എന്തിനാണെന്ന് പോലും അറിയില്ല. എൻ്റെ അറിവിൽ ഇന്റർവ്യൂവിന് വേണ്ട മാനദണ്ഡം എന്ന് പറയുന്നത്
എന്തെങ്കിലുമൊക്കെ ചെയ്ത് വൈറലാവുക എന്നുള്ളതാണ്. അതിപ്പോ വെള്ളമടിച്ച് റോട്ടി കിടന്നാലും വണ്ടി ഓടിച്ച് ആക്സിലേറ്റർ കൂടി തോട്ടി വീണാലും ഇന്റർവ്യൂ കിട്ടും. ഇന്റർവ്യൂവിന്റെ ചോദ്യങ്ങളാണ് അതൊക്കെ മേലെ. പ്രേമിച്ചിട്ടുണ്ടോ? എത്ര? വിവാഹം കഴിഞ്ഞോ? അവിഹിതമുണ്ടോ? ഭാര്യ അറിയാതെ കാമുകിക്ക് വാങ്ങിച്ചു കൊടുത്ത അവസാന ഗിഫ്റ്റ്, വാട്സപ്പിലെ ലാസ്റ്റ് മെസ്സേജ്. എല്ലാവരും കുഴഞ്ഞു പോണ ഒരു സ്ഥലം എന്ന് പറയുന്നത് ലാസ്റ്റ് ഗൂഗിൾ ക്രോം സെർച്ച്. അപ്പൊ ഇങ്ങനെ എല്ലായിടത്തും മാറ്റങ്ങളൊക്കെ കൊണ്ടുവന്നു. ഞാൻ എന്തുകൊണ്ട് ഈ കണ്ടന്റ് എടുത്തു എന്ന് നിങ്ങൾക്ക് മനസ്സിലായ ഷാജോൻ ചേട്ടാ? നമ്മുടെ സ്റ്റാൻഡപ്പിന്റെ മെയിൻ ടൂൾസ് എന്ന് പറയുന്നത് അച്ഛനമ്മ അച്ഛൻ ഒരു ഗുണമില്ലാത്ത അമ്മാവന്മാർ. ഇവരെയൊക്കെ മാറ്റി നിർത്തിയിട്ട് ഇവരുടെയൊക്കെ പുറകെ ഞാൻ പോയത് എനിക്കും വേണ്ടി ഒരു മാറ്റം. എത്രയൊക്കെ മാറ്റം വന്നെന്ന് പറഞ്ഞാലും മലയാളികൾക്ക് ഒരു നാടൻ പാട്ടൊക്കെ കേട്ട് കഴിഞ്ഞു കഴിഞ്ഞാൽ ഒരു വിരലെങ്കിലും അനക്കും ഇല്ലേ? തീർച്ചയായിട്ടും. ഞാനൊരു രണ്ടുപേര് പാടട്ടെ. പിന്നെ തന്നാനെ നാനാനെ തന്നാനെ നാനാനെ തന്നാനെ നാനാനെ താനേ നന്നാ. ഇത്രേ ഉള്ളൂ. ഹേയ് മാറ്റം.